പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 91ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യുന്ന നമ്മുടെ ഇടയിൽ ദൈവ സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ മത്തായി AP ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് എറണാകുളത്ത് ജില്ലയിൽ നിന്നുമാണ്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു എറണാകുളത്ത്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 91ാമത്തെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച ബ്രദർ ഡെന്നിസ്, CG ഡെന്നിസ്, പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് തരുന്ന എല്ലാ അവസരങ്ങളും ദൈവവചനത്തിന്റെ ശുശ്രൂഷയ്ക്കും ദൈവവചന വ്യാപ്തിക്കുമായി ഉപയോഗിക്കുവാൻ പ്രിയമുള്ളവരെ ഇതുപോലെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുകയും ചേർന്ന് ഇവരോട് സഹകരിക്കുകയും ചെയ്യുന്ന വിവിധ രാജ്യങ്ങളിലോ വിവിധയിടങ്ങളിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിൽ ഞാൻ വന്ദനം പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി നമ്മൾക്ക് ആത്മീക ശുശ്രൂഷകൾ തന്ന ബ്രദർ ജോമോൻ ജോൺസനെ ഇപ്പോൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ധാരാളമായി പ്രിയ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഈ സൂമിൽ ഓൺലൈനിൽ ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുവായ ദൈവത്തിന്റെ എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്ന സമയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില വചന ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ പങ്കുവച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എറണാകുളം അടുത്ത ചെറായിലാണ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന്റെ അവസാനത്തെ പദമാണ് ഞാൻ ഇന്ന് സ്തോത്രം ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഞാൻ തന്നെ വായിക്കാം. 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യം ഇല്ല. ഒന്നും പറവാൻ ആവശ്യമില്ല എന്ന് അപ്പോസ്തലനായി പൗലോസ് തെസ്സലോനിക്കരോട് പറയുമ്പോൾ 2 ലേഖനങ്ങൾ തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് എഴുതി നൽകുകയുണ്ടായി. ഈടുറ്റ സന്ദേശം അതിനകത്ത് ചേർത്തുകൊണ്ട് മികവുറ്റ ആശയത്തോടെ കർത്താവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച് വരെ പ്രസ്താവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാൽ നിറച്ച് 2 ലേഖനങ്ങൾ തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് നൽകുമ്പോൾ 1-ാമത്തെ ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ പൗലോസ് പറയുന്നു, ഒന്നും പറവാനില്ല. എന്താണ് ആ പദം കൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത്? ഈ തെസ്സലോനിക്ക സഭയുടെ ഒരു ചെറിയ ചരിത്രം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ വെറും 5 മാസമാണ് ശുശ്രൂഷയ്ക്കായി ഉണ്ടായിരുന്നത്. 5 മാസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് താന് മടങ്ങിപ്പോവുകയും ഈ സഭയുടെ ഇപ്പോഴത്തെ പശ്ചാത്തലം അവസ്ഥ എന്താണ് എന്നും മനസ്സിലാക്കാൻ തിമോത്തിയോസിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയും തിമോത്തിയോസ് ഈ സഭയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം മുഖാന്തരം പൗലോസ് ലേഖനം എഴുതുകയാണ്. ആ ലേഖനം എഴുതി വരുമ്പോൾ പൗലോസ് പറഞ്ഞതാണ്, ഒന്നും പറയുവാനില്ല.
5 മാസത്തെ കാലമാണ് പൗലോസ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. 3 ആഴ്ച 3 ശബത്തിൽ പൗലോസ് തെസ്സലോനിക്കയിൽ ഒരു സിനഗോഗിൽ പ്രസംഗിക്കുകയുണ്ടായി. 3 ആഴ്ചത്തെ ആ പ്രസംഗം കൊണ്ട് ചിലര് ശക്തമായി എതിർക്കുകയും ചിലർ മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ സിനഗോഗിൽ പിന്നീട് പ്രസംഗിക്കുവാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് യാസോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിലേക്ക് ആ പ്രാർത്ഥന മാറുകയും ആ വചന പഠനം നടക്കുകയും ചെയ്യുക. ആ ഒരു സമയത്ത് ഒരു 5 മാസം എന്ന് പറയുന്നത് നമുക്ക് ഫിലിപ്പിയ ലേഖനം 4:16 വാക്യത്തില് പൗലോസ് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ തെസ്സലോനിക്കയിൽ ഇരിക്കുമ്പോൾ 2 പ്രാവശ്യം നിങ്ങൾ കൊടുത്തയച്ച നന്മ ഞാൻ കൈപ്പറ്റുകയുണ്ടായി. അപ്പൊ ഫിലിപ്പിയിൽ നിന്ന് പകർച്ച 2 പ്രാവശ്യം കൊടുത്തയച്ചത് താൻ തെസ്സലോനിക്കയിൽ കൈപ്പറ്റിയ ഒരു സമയപരിധി കണക്ക് കൂട്ടിയാണ് ഏതാണ്ട് 5 മാസം എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനോട് നമുക്ക് യോജിക്കാനേ പറ്റുള്ളൂ. മറ്റൊന്ന് പറയാൻ നമുക്ക് വേദപുസ്തകത്തിൽ വേറെ വാക്കുകളില്ല. അങ്ങനെയെങ്കിൽ സ്തോത്രം, 5 മാസം കൊണ്ട് ഈ സഭയോട് പൗലോസ് പറഞ്ഞ കാര്യം, പൗലോസ് പഠിപ്പിച്ച കാര്യം, ആ കാര്യത്തിൽ ഇവർ തികഞ്ഞവരായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ലാതെ, രണ്ടാമതൊന്നും ആവർത്തിക്കേണ്ട ആവശ്യമില്ലാത്ത നിലയിൽ പഠിപ്പിച്ച കാര്യം അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല, ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? വിശ്വാസം പ്രസിദ്ധമായി എന്നാണ്. വചനം അവരിൽ നിന്ന് മുഴങ്ങിച്ചെന്നു. 8-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ 5 മാസത്തെ വചന ക്ലാസ് കൊണ്ട് ഒരു സഭയ്ക്കകത്ത് ഇത്ര വലുതായിരിക്കുന്ന ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പ്രാരംഭ വാക്കുകളിൽ ഞാൻ പറഞ്ഞങ്ങോട്ട് പോവുകയാണ്. വാക്യം എടുത്ത് സംസാരിക്കാൻ സമയമില്ലാത്തത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾ ആ സഭയോട് പ്രസംഗിച്ചതെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഞങ്ങൾ വചനം മാത്രമായിരുന്നില്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും കൂടെയാണ് ഞങ്ങൾ അവരെ വചനം പഠിപ്പിച്ചത്. അപ്പോൾ അവർ ആ വചനം എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് 6-ാം വാക്യത്തിലുണ്ട്. അവർ ആത്മാവിൽ വചനം കൈക്കൊണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവിൽ വന്ന വചനം, ആത്മാവിൽ നിന്ന് കേട്ട വചനം അവരുടെ ആത്മാവിലേക്കാണ് ചെന്നത്. അപ്പോൾ ഒരു വലിയ പ്രധാനമായ കാര്യമുണ്ട്. പൗലോസ് ആത്മാവിൽ ശുശ്രൂഷിച്ചത് ആത്മാവിൽ തന്നെ അവർ കൈക്കൊണ്ടപ്പോൾ കൈക്കൊണ്ട വചനം അവരിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അവർ ഫലം കായ്ക്കുന്നവരായി എന്നുള്ളതാണ്. കാലങ്ങളായി വർഷങ്ങളായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഫലം കായ്ക്കാതെ വരുന്നുണ്ടെങ്കിൽ ആ വചനങ്ങൾ അവരെ എങ്ങോട്ടാണ് സ്വീകരിച്ചത്? നല്ല നിലത്തു വീണ വചനമാണെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാതിരിക്കാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞു, നല്ല നിലത്തു വീണ വചനം അത് ഗ്രഹിച്ച വചനമാണ്. അതുകൊണ്ട് ആ വചനം അവരിൽ വന്ന മാറ്റം എന്താണ്? അവർ വചനം കൈക്കൊണ്ടു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവിനും ഞങ്ങൾക്കും അവർ മാതൃകയുള്ളവരായി തീർന്നു. അപ്പൊ മാതൃകയുള്ള നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ വചനം അവരെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. കേട്ട വചനം അവർ വിശ്വസിച്ചു, അവർ ഏറ്റെടുത്തു, അവർ മാതൃകയുള്ളവരായി. അഖായയിലും മക്കദോനിയയിലുമുള്ള സഭകൾക്ക് അവർ അവരുടെ വിശ്വാസം പ്രസിദ്ധമായി ചെന്നു. അവർക്കും മാതൃകയുള്ളവരായി തീർന്നു. ഒന്ന് മാതൃകയുള്ളവരായി, രണ്ടാമത് അവർക്ക് വിശ്വാസമുള്ളവരായി തീർന്നു. അവർ അനുകാരികളായി തീർന്നു. പൗലോസിന്റെയും കർത്താവിന്റെയും അനുകാരികളായി തീർന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? സ്തോത്രം. ഈ വചനത്തിന്റെ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ എൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു പദമൂന്നി നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് അവരെ വചനം മുഴങ്ങിച്ചെന്നു, വിശ്വാസം പ്രസിദ്ധമായി. മുഴങ്ങിച്ചെന്ന വചനം നമുക്കറിയാം. പൗലോസ് പ്രസംഗിച്ചത് മുഴങ്ങിച്ചെന്നു എന്നല്ല.
അവിടെ നിങ്ങളിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്നു എന്നാണ്. വചനം സ്വീകരിച്ചവരിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്നു. ആത്മാവിൽ വചനം സ്വീകരിച്ചവരിൽ നിന്ന് അവൻ വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും, പകരപ്പെടും. കാര്യം എന്താണ്? അത് ഫലം കായ്ക്കുന്നതാണ്. അങ്ങനെ ഫലം കായ്ക്കുന്ന ഒരു സഭയായി മാറി അവരുടെ ഇടയിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്നു. പ്രസംഗിച്ചു വേണമെങ്കിൽ മുഴങ്ങിച്ചെന്ന് പ്രസംഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സ്തോത്രം. പക്ഷെ വിശ്വാസം പ്രസിദ്ധമായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വാസം പ്രസിദ്ധമാക്കാൻ കഴിയുക? ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റനേക ഇടങ്ങളിലേക്ക് ഈ വചനം മുഴങ്ങിച്ചെന്നുകൊണ്ടിരിക്കുക. എന്നാൽ എന്റെ വിശ്വാസം എനിക്ക് എങ്ങനെ പ്രസിദ്ധമാക്കാൻ കഴിയും? എന്റെ വിശ്വാസം പ്രസിദ്ധമാക്കാൻ കഴിയില്ല. പ്രസിദ്ധമാക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധമാക്കാം. പക്ഷെ എന്റെ അകത്തിരിക്കുന്ന വിശ്വാസത്തെ എനിക്ക് എങ്ങനെ പ്രസിദ്ധമാക്കാൻ കഴിയും? അപ്പോൾ വിശ്വാസം പ്രസിദ്ധമാക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ചില വാക്യങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസം പ്രസിദ്ധമായ ചില സ്ഥലങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് യേശു അവൻ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ശ്രുതി പകർന്നു, ഒരു ശ്രുതി വരുന്നു. അവിടെ യേശു ഉണ്ട് എന്നുള്ളത് ശ്രുതിയായി പരന്നു, പ്രസിദ്ധമായി. അപ്പോൾ ഒരാളെ ചുമന്നുകൊണ്ട് 4 പേര് കട്ടിൽ ചുമന്നുകൊണ്ട് വന്ന് പെര പൊളിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി വെക്കുകയാണ്. എങ്ങനെ പ്രസിദ്ധമാക്കാം? അവര് പ്രസിദ്ധമാക്കിയതല്ല, യേശു അവിടെ ഉണ്ടെന്ന് പ്രസിദ്ധമായതാണ്. അപ്പോൾ എന്തു സംഭവിച്ചു? ആളുകൾ വിശ്വാസമുള്ളവരായി അവർ രോഗികളെ ആ ഭവനത്തിനകത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേസ്തോത്രം, എങ്ങനെ പ്രസിദ്ധമാകുന്നു ചോദിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളാലും ആമേസ്തോത്രം പ്രസിദ്ധമാകും. കർത്താവിന്റെ വീര്യപ്രവർത്തികളാൽ അത് പ്രസിദ്ധമാകും. ഈ കാലഘട്ടത്തിൽ ആമേസ്തോത്രം എന്നെ പോലെയുള്ള ദൈവദാസന്മാർക്ക് ഈ ദൈവത്തിന്റെ വചനം ഒരു വെല്ലുവിളിയാണ്. ദൈവത്തിന്റെ വിശ്വാസം ഒരു സഭയ്ക്കകത്തുനിന്നും മറ്റു സഭകൾക്ക് മാതൃകയാകുകയും എല്ലായിടങ്ങൾക്കും മാതൃകയാകുകയും അത് പ്രസിദ്ധമാകുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തി ഇല്ലാതെ ഒരിക്കലും അത് പ്രസിദ്ധമാക്കാൻ കഴിയുകയില്ല. എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ എത്ര ഉറക്കെ ഈ സൂം മീറ്റിങ്ങിലൂടെ വിളിച്ചു പറഞ്ഞാലും ലോകം അത് അംഗീകരിക്കില്ല. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ എന്റെ കൂടെ ആ ഭവനത്തിൽ യേശു ഉണ്ടായിരുന്നത് പോലെ എന്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ ആ വചനത്തിന്റെ പ്രവൃത്തി, അതിന്റെ അത്ഭുതം, അതിന്റെ വീര്യപ്രവൃത്തി അത് സംഭവിച്ചിരിക്കും, അത് പ്രസിദ്ധമാക്കും. രോഗിയെ ചുമന്നുകൊണ്ട് വരത്തക്ക നിലയിൽ യേശു ഉണ്ടെന്നുള്ള അറിവ് പ്രസിദ്ധമായപ്പോൾ, ശ്രുതി പരന്നപ്പോൾ അവൻ ഒരുവനെ കൊണ്ടുവന്നാൽ സൗഖ്യമാകുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. കാര്യം ആ ഭവനത്തിനകത്ത് യേശു ഉണ്ട്. യേശുവുള്ള ഭവനത്തിനകത്ത് ആമേസ്തോത്രം ദുഃഖിക്കേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ഭവനത്തിനകത്ത് ആമേസ്തോത്രം നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞുങ്ങൾ അടങ്ങുന്ന മാതാപിതാക്കൾ അടങ്ങുന്ന നിന്റെ ഭവനത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ ആമേസ്തോത്രം ഒരു കാര്യത്തിനും നിന്നെ ഭാരപ്പെടുത്താൻ കഴിയില്ല. അതെത്ര തളർന്നതാണെങ്കിലും അതെത്ര തകർന്നതാണെങ്കിലും യേശുവിന്റെ പദവിടത്തിൽ അവൻ നിന്റെ വിഷയം വെക്കുമ്പോൾ തളർന്നത് ചാടി എഴുന്നേൽക്കും. ഈ കാലഘട്ടത്തിൽ വെല്ലുവിളിയായി നിൽക്കുകയാണ് ആമേസ്തോത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ദൈവത്തിന്റെ സത്യവചനം സ്വീകരിക്കുന്ന ദൈവമക്കളിൽ നിന്നും വെളിയിൽ വരും. അതുകൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്കകത്ത് വചനം കേട്ടത് മാത്രമല്ല, അത് സ്വീകരിച്ചതിന്റെ വിധം വ്യത്യാസമുണ്ട്. അവർ ആത്മാവിൽ സ്വീകരിച്ചു, അവർ ബുദ്ധിയിലല്ല സ്വീകരിച്ചത്. ആത്മാവിൽ സ്വീകരിച്ചത് കൊണ്ട് ആത്മാവിൽ ആ വചനത്തിന്റെ ശക്തി പുറത്തു വന്നു. അവിടെ വിടുതലുകൾ സംഭവിച്ചു. ആ സഭ പ്രസിദ്ധമായി. ആരും ഇങ്ങനെ ഒരു സഭയുണ്ടെന്ന് പ്രസിദ്ധമാക്കേണ്ടി വന്നില്ല, താനേ പ്രസിദ്ധമായി. അപ്പോൾ യേശു ഉണ്ടെങ്കിൽ
പ്രസിദ്ധമാകും. സ്തോത്രം. അപ്പോൾ വിശ്വാസം പ്രസിദ്ധമാകണം. ആമേൻ സ്തോത്രം. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ അകത്തോട്ട് സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒരു ചിന്ത കയറി വരുന്നുണ്ട്. ആമേൻ സ്തോത്രം. അതെങ്ങനെയാണ്? ആമേൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, വിശ്വാസത്തിന്റെ വീര്യപ്രവർത്തികൾ ചെയ്ത്, ചില വിശ്വാസത്തിന്റെ ശുശ്രൂഷകൾ ചെയ്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ അത്ഭുതകരമായി പ്രയോജനപ്പെട്ട ആമേൻ സ്തോത്രം ചില വ്യക്തി ജീവിതങ്ങൾ ആമേൻ സ്തോത്രം ഈ സൂമിലൂടെ ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അവരോടുള്ള ഒരു സന്ദേശമായി ആമേൻ സ്തോത്രം ഞാൻ പറയട്ടെ. ആമേൻ സ്തോത്രം. അത്ഭുതകരമായ ശുശ്രൂഷ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ അവൻ തീയിറക്കിയ ഏലിയാവ് അവസാനം സ്തോത്രം ആ രാജാവിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട്, ഇസബേലിന്റെ വാക്ക് കേട്ട് ചൂരച്ചോട്ടിൽ പോയി കിടന്നുറങ്ങുന്ന ഏലിയാവിനെ പോലെ സ്തോത്രം ഹല്ലേലൂയ അവൻ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ട് തമ്പുരാന്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ട് ക്ഷീണിച്ച് ഭാരപ്പെട്ട് ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉറങ്ങുന്നത് പോലെ തളർന്നുപോയ ചില ജീവിതങ്ങൾ, തളർന്നുപോയ ചില ശുശ്രൂഷകന്മാർ, ആമേൻ സ്തോത്രം ചില ദൈവമക്കൾ ഹല്ലേലൂയ ഇന്നത് കേൾക്കുമ്പോൾ, അതല്ല അടുത്ത സ്തോത്രം യൂട്യൂബിലൂടെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ആമേൻ സ്തോത്രം ഈ കാലഘട്ടത്തിൽ ഈ ഉണർവിനകത്തേക്ക് ആമേൻ സ്തോത്രം നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച പുതിയ ശുശ്രൂഷ കൈമാറാൻ ആമേൻ നിന്റെ അടുക്കലേക്ക് ദൂതന്മാർ ഇറങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ 2025 കർത്താവിനെ സേവിക്കുകയും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, ആമേൻ സ്തോത്രം, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവമക്കളെ, സ്തോത്രം ഹല്ലേലൂയ, ശക്തമായി നിന്നെ ഇനിയും ഉപയോഗിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ള കർത്താവിന്റെ കരം ഹല്ലേലൂയ നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാണിത്. തളർന്നു കിടന്ന ആമേൻ സ്തോത്രം ഏലിയാവിനെ 2 പ്രാവശ്യം ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കർത്താവിന്റെ മുഖം അന്വേഷിക്കാൻ മനസ്സുണ്ടോ? ക്ഷീണിച്ച് കിടന്ന് തളർന്നു കിടന്ന സ്ഥാനത്ത് ഹല്ലേലൂയ തമ്പുരാൻ കൈവിട്ടില്ല. ഏലിയാവിനെ 2 പ്രാവശ്യം തട്ടി എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് ചുട്ടുകൊണ്ടുവന്ന അട ആമേൻ സ്തോത്രം ഏലിയാവിനെ തീറ്റിച്ച് നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ഏലിയാവിനെ എഴുന്നേൽപ്പിച്ച് ഭക്ഷിച്ച് ആമേൻ സ്തോത്രം 40 രാവും 40 പകലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഏലിയാവ് നടന്നു പോവുകയാണ്. ദൂതൻ പറഞ്ഞത് ഒറ്റ പദമാണ് പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിനക്ക് സഞ്ചരിക്കാനുണ്ട്. എങ്ങോട്ട് സഞ്ചരിക്കണമെന്ന് പറഞ്ഞില്ല, എവിടം വരെ നടക്കണമെന്ന് പറഞ്ഞില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ തിന്ന ആ അടയുടെ ശക്തിയാൽ, വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ അടയുടെ ശക്തിയാൽ ആമേൻ സ്തോത്രം ഏലിയാവ് 40 പകലും 40 രാവും നടന്നു എന്നാണ് വചനം. ആമേൻ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂരച്ചൂട്ടിൽ കിടന്നുറങ്ങിയ ഏലിയാവിന് വരുന്ന 40 ദിവസങ്ങളിൽ ഉറക്കമില്ല, ഊണില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിശ്രമമില്ല. സ്തോത്രം. ആമേൻ രാത്രിയും പകലും ഏലിയാവ് നടക്കുകയാണ്. ആമേൻ എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ ക്ഷീണിച്ച് കിടന്ന ചൂരച്ചൂടിന്റെ ചുവട്ടിൽ ആമേൻ സ്തോത്രം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ദൂതൻ കൊടുത്ത അട ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിശ്രമിക്കാനുള്ള ഭക്ഷണമായിരുന്നില്ല. ആമേൻ സ്തോത്രം വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ സ്തോത്രം നടക്കാനുള്ള ആമേൻ സ്തോത്രം ബലത്തിന്റെ ആമേൻ സ്തോത്രം ആഹാരമാണ് തന്നത്. ഇസ്രായേലിന് മരുഭൂമിയിൽ മന്ന വിതറി കൊടുത്തപ്പോൾ അവരുടെ സ്വന്തം ശരീരം ജീർണിച്ചില്ല, ചെരുപ്പ് തേഞ്ഞില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആരോഗ്യം പോയില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ ആ മന്നയാകുന്ന കർത്താവിനെ ഭക്ഷിക്കുന്ന ദൈവ പൈതലേ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ക്ഷീണിച്ച് കിടക്കാനല്ല, ആമേൻ നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ സ്തോത്രം നടന്നു തീർക്കേണ്ടത് ചെന്നെത്തേണ്ട സ്ഥാനത്തേക്ക് നിന്നെ നിയോഗിച്ചയക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ സേവിക്കുന്ന ദൈവം ആമേൻ ദൂതനെ അയച്ച് നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് നടത്തും. 40 ദിവസവും അവൻ 40 രാവും 40 പകലും ആമേൻ സ്തോത്രം ചെന്ന് കയറിയത് എവിടെയാണ്? ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ ഒരു ഗുഹയ്ക്കകത്ത്.
ഹോരേബ് പർവ്വതത്തിന്റെ ഗുഹയ്ക്കകത്ത് ഏലിയാവെ ആമേശ്വത്ര സുപരിചിതമായിരിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ അറിയാനും സാരാപത്തിൽ വലിയ ശുശ്രൂഷകൾ ചെയ്ത ആമേശ്വത്രം ഏലിയാവിന് വേണമെങ്കിൽ സാരാപത്തിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ലേ? ആമേശ്വത്രം ഹല്ലേലൂയ. ആമേശ്വത്രം മുൻപരിചയമില്ലാത്ത ആമേശ്വത്രം ഹല്ലേലൂയ ഹോരേബിലേക്ക് നീ എന്താണ് വന്നത്? ആമേശ്വത്രം അതും ഒരു വിശ്രമവുമില്ലാതെ ആമേശ്വത്രം ഉറക്കവുമില്ലാതെ ഹോരേബിലേക്ക് നടന്നു വരാൻ കാരണം എന്താണെന്നറിയാമോ? ആമേശ്വത്രം ഹല്ലേലൂയ ഹോരേബിന്റെ പർവ്വതത്തിന്റെ മുകളിൽ ഏലിയാവിന് സ്തോത്രം പുതിയതൊന്ന് കൈമാറുവാൻ, ഏലിയാവിനെ വിസിറ്റ് ചെയ്യുവാൻ ഹല്ലേലൂയ ആമേശ്വത്രം അവന്റെ ആമേശ്വത്രം ശക്തനായ ദൈവം ഹോരേബിൽ അവനെ കാത്തിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, 40 ദിവസവും 40 രാവും പാതിരാത്രിയൊക്കെ നടന്നിട്ടും യഹോവയുടെ ശബ്ദം ഒരിക്കൽ പോലും കേൾക്കാതെ, യഹോവയുടെ നിയോഗം ഒരിക്കൽ പോലും ഏലിയാവിന് ഉണ്ടാകാതെ ആമേശ്വത്രം ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ ആമേശ്വത്രം കാത്തിരുന്ന് അവിടെ ഏലിയാവിനെ വിസിറ്റ് ചെയ്യാൻ ആമേശ്വത്രം ദൈവം കാത്തു നിന്നെങ്കിൽ ആമേശ്വത്രം ഏലിയാവിന് നിന്നെ നടത്തിയത് ആമേശ്വത്രം ഹല്ലേലൂയ പുതിയൊരു നിയോഗത്തിലേക്കാണ്. ആമേശ്വത്രം തളർന്നും ക്ഷീണിച്ചും മുൻപ് ശുശ്രൂഷകൾ ചെയ്ത് ചൂരച്ചൂടിനകത്ത് തളർന്നുപോയ അവസ്ഥയിൽ ആമേശ്വത്രം ശത്രു കൊണ്ടുവരുന്ന ചില വെല്ലുവിളികളുടെ മധ്യത്തിൽ ശുശ്രൂഷയുടെ മുഖത്ത് ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആമേശ്വത്രം ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം. ആമേശ്വത്രം ഹല്ലേലൂയ നീ കിടക്കുകയില്ല. നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് ആമേശ്വത്രം ഹല്ലേലൂയ മറ്റൊരു അസൈൻമെന്റ് നിന്നെ ഏൽപ്പിക്കാൻ കാത്തു നിൽക്കുന്ന, ഒരുങ്ങി നിൽക്കുന്ന ഒരു ഹോരേബിന്റെ പർവ്വതത്തിന്റെ മുകളിലേക്ക് നിന്നെ തമ്പുരാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആമേശ്വത്രം ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്തിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സടകുടഞ്ഞ് നിന്നെ അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ വ്യാപാരം, ആത്മശക്തിയുടെ വ്യാപാരം ഇന്ന് ഈ രാത്രിയിൽ ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ അകത്ത് കത്തട്ടെ. അകത്തു തിന്ന ആമേശ്വത്രം ആടയുടെ ശക്തിയാൽ സഞ്ചരിച്ചെങ്കിൽ ഇന്ന് ഈ ദൂത് നിന്റെ അകത്തു കയറുമ്പോൾ ആത്മാവിൽ അതൊന്ന് കത്തി എഴുന്നേൽക്കുന്ന രാത്രിയായി മാറുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർമ്മേൽ സ്തോത്രം ഹല്ലേലൂയ. ഹോരേബ് പർവ്വതത്തിന്റെ അകത്തൊരു ഗുഹയ്ക്കകത്ത് ഏലിയാവ് കയറി നിൽക്കുമ്പോൾ സ്തോത്രം യഹോവയുടെ ശബ്ദം വരികയാണ്. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്താണ് കാര്യം? ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്തോത്രം നീ ഒരു കാര്യം ചെയ്യ, നീ ഗുഹയ്ക്കകത്തൂന്ന് പുറത്തേക്ക് വാ, യഹോവയുടെ മുൻപാകെ നിൽക്ക്. 19-ാം അധ്യായത്തിന്റെ 5, 6, 7 അവിടെ 19-ാം അധ്യായമാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്യങ്ങൾ എടുത്ത് പറയുവാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏലിയാവിനോട് തമ്പുരാൻ പറയുകയാണ്, നീ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു പോ, യഹോവയുടെ മുൻപാകെ നിൽക്ക്. പക്ഷെ ഏലിയാവ് പുറത്തു വന്നില്ല. ഏലിയാവ് ഗുഹയ്ക്കകത്ത് തന്നെ ഇരിക്കുക. കാര്യം, ഏലിയാവ് പുറത്തു വരാൻ തുടങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു വരുവാൻ ഏലിയാവിനെ അനുവദിക്കുന്നില്ല. ആദ്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? ഒരു കൊടുങ്കാറ്റ് അടിക്കുകയാണ്. ഒരു വലിയ കൊടുങ്കാറ്റടിക്കുകയാണ്. കൊടുങ്കാറ്റടിച്ചോണ്ടിരിക്കുമ്പോൾ സൂത്രം ഗുഹയ്ക്കകത്തുനിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും? അതുകൊണ്ട് ഏലിയാവ് ഗുഹയ്ക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ആ കൊടുങ്കാറ്റിനകത്ത് ദൈവം ഉണ്ടായിരുന്നില്ല. ആ കൊടുങ്കാറ്റിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ആ കൊടുങ്കാറ്റിൽ പാറകൾ തകർന്നു, പാറകൾ പിളർന്നു, പാറകൾ കീറിപ്പോയി എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. പാറ തകർന്നു, പാറ കീറി. കൊടുങ്കാറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ടല്ലെങ്കിലും യൂട്യൂബിലൂടെയെല്ലാം. അമേരിക്കയിലൊക്കെ നടന്ന കൊടുങ്കാറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ മുകൾ ഭാഗം പറന്നു പോകുന്നതും, കാറുകൾ ഉരുണ്ടു പോകുന്നതും, അതുപോലെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും, ചോട പറഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പാറ പൊടിച്ചു കളയുന്ന, പാറ കീറിക്കളയുന്ന ഒരു കൊടുങ്കാറ്റിനെ ആദ്യം കണ്ടത് ഇതുവരെ കണ്ട ഒരാള് സ്വത്രം ഏലിയാവ് മാത്രമാണ്.
ആമേൻ സ്തോത്രം ഏലിയാവ് മാത്രമാണ്. നമ്മൾ വേദപുസ്തകത്തിൽ ചില കൊടുങ്കാറ്റുകൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ സഞ്ചരിക്കുമ്പോൾ ചില കൊടുങ്കാറ്റുകൾ കാണുന്നുണ്ട്. പക്ഷേ സ്തോത്രം അതൊന്നും പാറ പിളർത്തി അത് കണ്ടിട്ടില്ല, അത് ഇന്നും കണ്ടിട്ടില്ല. സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, അതിനകത്ത് ദൈവം ഉണ്ടായിരുന്നില്ല. എന്ത് സന്ദേശമാണ് ആമേൻ സ്തോത്രം ഗുഹയ്ക്കകത്തിരിക്കുന്ന ഏലിയാവിന് യഹോവയായ ദൈവം കൊടുക്കുന്നത്? ആമേൻ സ്തോത്രം ഏലിയാവിന് ശക്തമായൊരു ദൂത അതിനകത്തുണ്ട്. ആമേൻ സ്തോത്രം ഏലിയാവേ, ആമേൻ സ്തോത്രം ഞാൻ അയച്ച ഒരു കൊടുങ്കാറ്റിന് പാറയെ പൊടിക്കാനും പാറയെ കീറാനും കഴിയുമെങ്കിൽ നീ ഇതുവരെ കണ്ടതും കേട്ടതുമല്ല ഏലിയാവേ. നീ സേവിക്കുന്ന ദൈവം എന്ന ഒരു ദൂത അതിനകത്തുണ്ട്. നീ ഇസബേലിന്റെ ആമേൻ സ്തോത്രം വാക്ക് കേട്ട് ഇറങ്ങി ഓടിപ്പോയി ചൂരച്ചോട്ടി കിടന്നില്ലേ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കിക്കോ, ആമേൻ സ്തോത്രം ഞാനില്ലാത്ത ഒരു കാറ്റിനകത്ത് കാറ്റിനെ ശുശ്രൂഷകന്മാരാക്കി മാറ്റുവാൻ കരുത്തുള്ളവൻ ഒരു കാറ്റടിച്ചാൽ പാറ പിളർന്ന് കീറിപ്പോകുമെങ്കിൽ ഏലിയാവെ, നിന്നെ ഭയപ്പെടുത്തിയ വിഷയത്തെ കീറിക്കളയാൻ ഞാനില്ലാത്തൊരു കാറ്റു മതിയെന്ന് ആമേൻ സ്തോത്രം മനസ്സിലാക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം അത് തിരിച്ചറിഞ്ഞോ. ആമേൻ അതിന്റെ ഒരു സന്ദേശമാ കാറ്റ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവിനെ യഥാർത്ഥമായി വിശ്വസിക്കുകയും സേവിക്കുകയും ദൈവത്തിന്റെ വചനത്തെ യഥാർത്ഥമായി ആത്മാവിൽ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിനക്ക് വിരോധമായി പറഞ്ഞു വരുന്ന വിഷയത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു കാറ്റിന്റെ കഷണം കൊണ്ട് തകർത്ത് കളയാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്, വിശ്വസിക്കുന്ന ദൈവമക്കൾ. ആമേൻ കർത്താവിന് കരമുയർത്തി സ്തോത്രം ചെയ്ത് മഹത്വം കരയറ്റണം. ആമേൻ സ്തോത്രം പ്രതികൂലങ്ങളെ കണ്ട്, പ്രയാസങ്ങളെ കണ്ട്, ആമേൻ സ്തോത്രം ഞെരുക്കങ്ങളെ കണ്ട്, ആമേൻ സ്തോത്രം ഭയപ്പെട്ട് തളരരുത്. ആമേൻ സ്തോത്രം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ തളർന്നു കിടക്കുന്ന സ്ഥാനത്ത്, ആമേൻ സ്തോത്രം നീ ക്ഷീണിച്ചു കിടക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശക്തനാണ് നിന്റെ ദൈവം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഏലിയാവിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പുറത്തിറങ്ങി വരാത്ത ഏലിയാവിന് ആമേൻ സ്തോത്രം കൊടുങ്കാറ്റിലൂടെ ദൈവം ചില സന്ദേശം കൈമാറുകയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കർമ്മേൽ പർവ്വതത്തിനകത്തൊക്കെ കൊണ്ടുവന്നതിന് കൃത്യമായിരിക്കുന്ന ദൈവിക പദ്ധതിയുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ എഴുന്നേറ്റ് നടക്കാൻ തയ്യാറാണ്. ഈ ദൂത് കേട്ടിട്ട് എഴുന്നേറ്റ് നടക്കാൻ നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം ചില ശക്തമായിരിക്കുന്ന ആമേൻ സന്ദേശത്തെ, ദർശനത്തെ നിനക്ക് തന്നു നടത്താൻ ആമേൻ യഹോവയായ ദൈവം വിശ്വസ്തനാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. രണ്ടാമത് ആമേൻ സ്തോത്രം ഭൂകമ്പമാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ ഒരു സന്ദേശം തന്നെയാണ് അതും തരുന്നത്. ഭൂകമ്പം ഹല്ലേലൂയ. എത്ര ശക്തമായ സാമ്രാജ്യമാണ് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നതെങ്കിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഏലിയാവെ, ഞാനൊന്ന് കുലുക്കിയാൽ ആമേൻ സ്തോത്രം ഞാനില്ലാത്ത ഭൂകമ്പം കൊണ്ട് ആമേൻ സ്തോത്രം അത് പൊടിയാക്കി കളയാൻ ഒന്ന് കുലുക്കിയ തീരാകുന്ന ആമേൻ സ്തോത്രം സാമ്രാജ്യങ്ങളെ ഉള്ളൂ. ആമേൻ സ്തോത്രം ഏലിയാവെ, അതിനെ കണ്ടൊന്നും ഭയന്നോടേണ്ട കാര്യമില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നീ സേവിക്കുന്ന ദൈവം, നിന്നെ അയച്ച ദൈവം, നിനക്ക് ശുശ്രൂഷ തന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് ഏലിയാവിന് സ്തോത്രം ഹല്ലേലൂയ പ്രകൃതിയുടെ ചില സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചലനത്തിലൂടെ ദൈവം കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ഹല്ലേലൂയ. ഏലിയാവ് ഗുഹയ്ക്കകത്ത് തന്നെ ഇരിക്കുക. ആമേൻ സ്തോത്രം. മൂന്നാമത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ തീയാണ് കാണുന്നത്. തീക്കകത്തും ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. ആ തീക്കകത്തും ദൈവമില്ല. എന്താണ് തീ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഏലിയാവിന് ആമേൻ സ്തോത്രം ഒരു പുനർവിചിന്തനത്തിന്റെ ആമേൻ സ്തോത്രമാണ് ആ തീ എന്ന് പറയുന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ഏലിയാവ് അവിടെ മനസ്സിലാക്കണം. ഒന്ന്, ആമേൻ സ്തോത്രം ഏലിയാവ് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ കർമ്മേലിന്റെ മുകളിൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗപീഠത്തെ ദഹിപ്പിച്ച് ആമേൻ സ്തോത്രം ബാലിന്റെ ആമേൻ 600-ലധികം പ്രവാചകന്മാരെ വെട്ടിക്കളയത്തക്ക നിലയിൽ ജനത്തിന് സ്തോത്രം ഹല്ലേലൂയ അത്ഭുതകരമായ കാഴ്ച നൽകിയ
തീ. ആമേ സ്തോത്രം. ഏലിയാവ് മറന്നു. ഏലിയാവെ, ശുശ്രൂഷയ്ക്കകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ പകർന്നിറങ്ങിയ ആത്മസാന്നിധ്യത്തിന്റെ വ്യാപാരം അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് കൈമാറുകയും ആമേ സ്തോത്രം ദൈവജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ചില വിടുതലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ അയച്ചത് അവൻ മറന്നുപോയി. നിന്നെ ഓർമ്മപ്പെടുത്താൻ തമ്പുരാൻ പറയുക, നീ പ്രാർത്ഥിക്കാതെ തന്നെ ഒരു തീ ഇറക്കാൻ ആമേ സ്തോത്രം എനിക്ക് കഴിവുണ്ട്. ആമേ സ്തോത്രം. പ്രാർത്ഥിച്ചില്ലെങ്കിലും അവൻ തീ ഇറങ്ങേണ്ട മേഖലകളിൽ തീ ഇറക്കാൻ അവൻ എനിക്ക് കഴിയുമെന്ന് ഏലിയാവിന് ഒരു സന്ദേശം അവൻ കർമ്മേലിന്റെ മുകളിൽ യഹോവയായ ദൈവം കൈമാറുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സൂമിറ്റിലൂടെയും യൂട്യൂബിലൂടെയും എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ ആമേ സ്തോത്രം, ദൈവ ഇതിലെ ആമേ സ്തോത്രം തീ ഇറങ്ങേണ്ട മേഖലകളിൽ അവൻ നീ പ്രാർത്ഥിക്കുന്ന മുൻപ് തന്നെ തീയിറക്കാൻ കരുത്തുള്ളവനാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ ഏലിയാവിന്റെ സന്ദേശം ആമേ സ്തോത്രം, കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോകേണ്ടതുണ്ട്. ഒരിക്കൽ ഈ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിലേക്ക്, കർമ്മേൽ പർവ്വതവും സീയോൻ പർവ്വതവും ഒന്നാണ് കേട്ടോ. ആമേ സ്തോത്രം. ആവർത്തന പുസ്തകം 5:2 ആമേ സ്തോത്രം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സീയോൻ പർവ്വതവും ആമേ സ്തോത്രം ഈ ഹോരേബും സ്തോത്രം ഒരു പർവ്വതമാണ്. ആമേ സ്തോത്രം. വർഷങ്ങൾക്ക് മുൻപ് അവൻ ആടുമേച്ച് ആമേ ശുശ്രൂഷയുടെ നിയോഗം പ്രാപിച്ച ഒരുവൻ പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആമേ സ്തോത്രം മുൾപടർപ്പിനെ ആമേ സ്തോത്രം ദഹിപ്പിക്കാതെ കത്തി നിൽക്കുന്ന ഒരു തീ ഒരിക്കൽ ഈ പർവ്വതത്തിന്റെ മുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. ആമേ സ്തോത്രം. പിതാക്കന്മാരുടെ ദൈവം ആമേ സ്തോത്രം തീയിൽ വെളിപ്പെട്ട ദൈവം ആമേ സ്തോത്രം. ഏലിയാവെ, നീ ഓർക്കുന്നില്ലേ, നിന്റെ പിതാക്കന്മാർക്ക് ഞാൻ ശുശ്രൂഷ കൈമാറുമ്പോൾ അവരെ ശക്തീകരിക്കുകയും തീക്കകത്തു നിന്നുകൊണ്ട് സ്തോത്രം അവരെ വിളിക്കുകയും അവർക്ക് മറുപടി പറയുകയും ആമേ സ്തോത്രം ആമേ സ്തോത്രം മിസ്രൈമിലെ ഫറവോന്റെ ആമേ സ്തോത്രം ഫറവോനെ ഭയപ്പെട്ട് ഓടി വന്ന് പർവ്വതത്തിന്റെ മുകളിൽ കയറിയ നിന്റെ പിതാവ് ഒരുവനുണ്ട്. അവനും പ്രവാചകനായിരുന്നു, പ്രവാചകനായ മോശ. ആ മോശയുടെ മുൻപിൽ കത്തി നിന്ന തീയുണ്ടല്ലോ ആമേ സ്തോത്രം. ഇന്ന് ഓർക്കുന്നുണ്ടോ ഏലിയാവേ? ആമേ സ്തോത്രം. ഓടിപ്പോന്ന മോശയെ തിരിച്ചയക്കാൻ തീക്കകത്തു നിന്ന് മറുപടി പറയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം ഈ ഹോരേബിന്റെ മുൻപിൽ ഇന്ന് വെളിപ്പെടുന്ന തീയുണ്ടല്ലോ ആമേ സ്തോത്രം. അത് നിന്നെ ഇവിടെ ഉറക്കാനല്ല, മുഖക്കകത്ത് ഒളിച്ചിരിക്കാനല്ല, നിന്നെ മടക്കി അയക്കുന്ന ഒരു തീയുടെ വ്യാപാരം. മോശയെ മിസ്രൈമിലേക്ക് മടക്കി അയച്ചത് തീയിൽ നിന്ന് പകരപ്പെട്ട ഒരു അഭിഷേകമാണ്. അവന്റെ കയ്യിലിരുന്ന വടിയിലൂടെ ആമേൻ ദൈവത്തിന്റെ കൃപ പകർന്ന മിസ്രൈമിലേക്ക് മടക്കി അയച്ചെങ്കിൽ ശുശ്രൂഷയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആമേ സ്തോത്രം ചില ദൈവപ്രവൃത്തിയുടെ മണ്ഡലങ്ങളിൽ നിന്ന് ആമേ സ്തോത്രം ശത്രുവിന്റെ പദ്ധതികളെ തളർന്നും ക്ഷീണിച്ചും ഓടിപ്പോയ സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ ആമേ സ്തോത്രം മതി ഭർത്താവെ എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്നെ കേൾക്കുന്ന ദൈവദാസനോ ദൈവമക്കൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആമേ സ്തോത്രം ഹല്ലേലൂയ. നിന്റെ പിതാക്കന്മാർക്ക് തീ കൊണ്ട് ഉത്തരമരുളിയ ദൈവം ആമേ സ്തോത്രം പുതിയൊരു തീവിന്റെ അകത്തേക്ക് പകർന്ന് ഇതുവരെ അനുഭവിക്കാത്ത തീയുടെ അഭിഷേകത്തിലേക്ക് നിന്നെ നടത്തി ആമേ സ്തോത്രം ഹല്ലേലൂയ. പർവ്വതത്തിൽ നിന്ന് ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിലേക്ക് പുതിയൊരു അസൈൻമെന്റ് തന്ന് അവൻ നിന്നെ മടക്കി കൊണ്ടുപോകുവാൻ ആമേ സ്തോത്രം കർമ്മേലിന്റെ മുകളിൽ കത്തിയിറങ്ങുന്ന ആമേനാല് തീയുടെ ദർശനം ഏലിയാവിന് ആമേ തമ്പുരാൻ കൈമാറുന്നുവെങ്കിൽ കാണിച്ചു കൊടുത്ത അടയാളങ്ങളൊന്നും വെറുതെയല്ല. ആമേൻ ഏലിയാവിന് മുഖക്കകത്തുന്ന ആമേ സ്തോത്രം ഓടിക്കാൻ തമ്പുരാൻ പദ്ധതിയുണ്ട്. ആമേ സ്തോത്രം. ഒരട ആമേ സ്തോത്രം ചൂരച്ചോട്ടിൽ നിന്ന് ആമേ സ്തോത്രം 40 പകൽ ഓടിച്ച് പർവ്വതത്തിന്റെ മുകളിൽ കയറ്റിയെങ്കിൽ ആമേ സ്തോത്രം ഇവിടെ കത്തിയിറങ്ങുന്ന തീയുണ്ടല്ലോ ആമേ സ്തോത്രം ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനും അപ്പുറമായി ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം മടക്കി അയക്കുന്ന തീയാണ്. അതിന്റെ അടയാളമാണ് സ്തോത്രം ഹല്ലേലൂയ. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിനെ, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ക്ഷീണിച്ചു പോയെങ്കിൽ മടുത്തു പോയെങ്കിൽ ഭാരപ്പെടണ്ട. നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൂതനുണ്ട്. നിന്നെ ശക്തീകരിച്ച് നടത്തുന്ന തമ്പുരാന്റെ അടവ് അവനാല് നിന്നെ ഭക്ഷിപ്പിക്കാൻ തരുന്നതാണ്. മാത്രമല്ല സ്തോത്രമാലിൽ കത്തുന്ന ആത്മാവിന്റെ അനുഭവങ്ങളെ അവനാല് പകർന്നു തന്ന് ആമേ സ്തോത്രമാലിൽ ശക്തിയോടെ വരുംകാലങ്ങളിൽ വൻ ശുശ്രൂഷ ചെയ്യിക്കുമെന്നൊക്കെവണ്ണം ഒരു അസൈൻമെന്റ് കൈമാറാ സ്വർഗത്തിലെ ദൈവം, യഹോവയായ ദൈവം അവൻ കർമ്മേലിന്റെ മുകളിൽ ഇറങ്ങി നിൽക്കുകയാണ് ആമേ സ്തോത്രം. അതുകൊണ്ട് അടുത്ത ഹല്ലേലൂയ തമ്പുരാന്റെ അടയാളം ഇതാണ്.
എന്താണ്? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു മൃദുസ്വരം ഏലിയാവ് കേൾക്കും. ഏലിയാവിന് മനസ്സിലായി പ്രകമ്പനങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാ കാര്യവും മനസ്സിലായി. ദൈവത്തിന്റെ സന്ദേശം എന്നോടുള്ളത് എന്താണെന്ന് ആമേൻ സ്തോത്രം ഏലിയാവിന് മനസ്സിലായി. അവൻ അപ്പോഴാണ് ഗുഹയ്ക്കെന്ന് പുറത്തു വരുന്നത്. നിങ്ങൾ ആ വേദഭാഗങ്ങൾ വായിക്കണം. അപ്പോഴാണ് ഏലിയാവ് പുറത്തു വരുന്നത്. അതുവരെ ഗുഹയ്ക്ക് അകത്ത് തന്നെ. പുറത്തു വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? മുഖം മൂടി, പുതപ്പിട്ട് മുഖം മൂടിയാ വരുന്നത്. മുഖം മൂടി അഴിച്ചു കളയാനൊന്നും കർത്താവ് പറഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതിനും ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവിടെ വെച്ച് തമ്പുരാൻ ചില നിയോഗം കൈമാറുകയാണ്. ആമേൻ സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ. നീ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യും. ആമേൻ സ്തോത്രം. മൂന്നാമത് ആമേൻ സ്തോത്രം, നീ എലീശയെ അഭിഷേകം ചെയ്യണം. നിനക്ക് പ്രവാചകനായിട്ട്, ആമേൻ സ്തോത്രം, നിനക്ക് പകരം പ്രവാചകനായിട്ട് നീ എലീശയെ അഭിഷേകം ചെയ്യണം. ആമേൻ സ്തോത്രം. എലീശയെ അഭിഷേകം ചെയ്യാൻ ആമേൻ സ്തോത്രം ഏലിയാവ് പോകുമ്പോൾ ആമേൻ സ്തോത്രം ഏലീശ ഉഴുതുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആമേൻ സ്തോത്രം. ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവ് എലീശയുടെ പുറത്തേക്ക് പുതപ്പിട്ടപ്പോൾ തന്നെ ആമേൻ സ്തോത്രം എലീശ ആമേൻ സ്തോത്രം കാളയെ വിട്ട്, ആ ഉഴക് വിട്ടിട്ട് സ്തോത്രം ഏലിയാവിന്റെ പുറകെ ഓടി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസലോ. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഒരാളുടെ പുറത്തേക്ക് പുതപ്പിടണമെങ്കിൽ ആ വ്യക്തിയുടെ എത്ര അടുത്ത് ചെന്ന് വേണം ആ പുതപ്പിടാൻ. ആ പുതപ്പിട്ടപ്പോൾ തന്നെ ആ വ്യക്തി തിരിഞ്ഞത് വിട്ടച്ച് ഏലിയാവിന്റെ പുറകെ ഓടണമെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്നറിയാമോ? ആമേൻ സ്തോത്രം. അട തിന്ന ഏലിയാവ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു തീ ഇറങ്ങിയത് കണ്ടപ്പോൾ ആമേൻ സ്തോത്രം അനുഭവിച്ച ഏലിയാവ് ആഹാബിന്റെ രഥത്തിന്റെ മുന്നേ ഓടിയവനാണ്. അത്രയ്ക്കും കരുത്തുണ്ടവന്റെ കാലിന്. ആമേൻ. പക്ഷെ ക്ഷീണിച്ചു പോയി. ഒറ്റ വാക്കുകൊണ്ട് അട കൊടുത്തിട്ട് 40 രാവും 40 പകലും ആമേൻ സ്തോത്രം കാല് കുറയാതെ ആമേൻ നടന്നു വന്ന കാല് ആമേൻ സ്തോത്രം അടുത്ത അസൈൻമെന്റ് കിട്ടിയപ്പോൾ, അടുത്ത തീ ഇറങ്ങിയപ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഏലിയാവിന്റെ പുറകെ നടന്നൊന്നും ആമേൻ സ്തോത്രം അടുത്ത് ചെല്ലാൻ നോക്കുകയില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ തളർന്നുറങ്ങി അവന്റെ കാലുകൾക്ക് ആമേൻ സ്തോത്രം പുതിയ കൃപ പകർന്നു, പുതിയ ശക്തി പകർന്നു. ക്ഷീണിച്ച് കിടന്നവന്റെ കാലിന് പുതിയ കൃപ പകർന്നു, പുതിയ തീ അവന്റെ മേൽ വന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പുതപ്പിട്ട ഏലിയാവ് മാറുമ്പോൾ ആമേൻ സ്തോത്രം എലീശ പുറകെ ഓടിയിട്ടും എലീശ എത്തിയില്ല എന്നുള്ളതാണ്. ആ വേദഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ എലീശ പുറകെ നിന്ന് പറയാ, എന്റെ അപ്പനെ അമ്മയും ചുംബിച്ചേച്ച് ഞാൻ നിന്റെ പിന്നാലെ വരാം. അപ്പോഴും പിന്നിലാണ് എലീശ എന്നുള്ള കാര്യം മനസ്സിലാകണം. ഓടിയിട്ടും ഏലിയാവിന്റെ പുറകെ എത്താൻ കഴിയുന്നില്ല. കാര്യം അവന്റെ കാലിന് സ്പീഡ് കൂടി. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കർമ്മേൽ പർവ്വതത്തിന്റെ അകത്തുനിന്ന് അവന് കിട്ടിയ സന്ദേശം ആമേൻ സ്തോത്രം ഇനി തളർന്നിരിക്കുന്ന സന്ദേശമല്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. തീ ഇറക്കിയവന്, തീ കണ്ടവന് ഇനി തീക്കകത്തേക്ക് കയറിപ്പോകുന്ന ആമേൻ നിയോഗമുണ്ട്. അതിനു മുൻപ് ചിലരെ തീ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ആത്മാവിന്റെ പകർച്ച നൽകി ആമേൻ സ്തോത്രം ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ ആമേൻ ഏലിയാവ് ചെയ്യാനുണ്ട്. ആമേൻ സ്തോത്രം അതിന്റെ അനുഭവം ആമേൻ സ്തോത്രം അവന്റെ ശരീരത്തിൽ അവൻ അനുഭവിക്കുന്നുണ്ട്. എലീശ ഓടിയിട്ട് എത്തുന്നില്ല. ഹല്ലേലൂയ. ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ ആമേൻ സ്തോത്രം രാജാവിന്റെ മുൻപിൽ പോയി ആമേൻ കഴിഞ്ഞ കാലങ്ങളിൽ ഏലിയാവ് ആമേൻ സ്തോത്രം ദൂത് പറഞ്ഞിട്ടുണ്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഒരുവനെ രാജാവായി ഏലിയാവ് അഭിഷേകം ചെയ്തിട്ടില്ല. ആമേൻ ശുശ്രൂഷയുടെ തലം മാറിയത് കണ്ടോ? തമ്പുരാൻ ചിലത് പകർന്നാൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പിതാക്കന്മാർ പകർന്നു കൊടുത്ത ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ അസൈൻമെന്റുമായി ആമേൻ ഏലിയാവ് പോകുമ്പോൾ ആമേൻ സ്തോത്രം അവന്റെ കാലിന്റെ സ്പീഡ് മാറി. ആമേൻ സ്തോത്രം അവന്റെ കാഴ്ചപ്പാടുകൾ മാറി. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ അവസ്ഥകൾക്കും മാറ്റം വന്നു. ശുശ്രൂഷ മാറി. ആമേൻ. എന്നെ കേൾക്കുന്ന ക്ഷീണിച്ച് തളർന്നുപോയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഈ കാലഘട്ടത്തിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, കഴിഞ്ഞതല്ല അതിന്റെ അപ്പുറത്തേക്ക് ഒരു ശുശ്രൂഷ ചെയ്യാൻ ആമേൻ സ്തോത്രം സ്വർഗീയ തീരിന്റെ അകത്ത് പകർന്നു തന്ന ശക്തിയോടെ ഇതിനു മുൻപ് ചെയ്യാത്ത ശുശ്രൂഷകളെ ചെയ്യിക്കാൻ ഈ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് കിടന്നെഴുന്നേൽക്കുന്ന ദൂത് തട്ടിയെഴുന്നേൽക്കുമ്പോൾ, ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ സ്തോത്രം ചാടി എഴുന്നേൽക്കുന്ന, ആത്മാവിൽ കുതിച്ചെഴുന്നേൽക്കുന്ന, അതിനകത്ത് ആത്മാവിന്റെ തീയുടെ പകർച്ച വ്യാപരിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്ത് എഴുന്നേൽക്കുന്ന ഒരു സമയത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇത് ഉണർവിന്റെ കാലഘട്ടമാണ്. 2025 എന്ന് പറയുന്നത് അവൻ തളർന്നും ക്ഷീണിച്ചും സഭ കിടക്കേണ്ട കാലമല്ല. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സ്തോത്രം ദൈവത്തിന്റെ സഭയെ, വിശ്വാസത്തെ പ്രസിദ്ധമാക്കി മാറ്റുന്ന നിലവാരത്തിലേക്ക് ദൈവദാസന്മാരെ ശക്തമായി എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തീയുടെ കൈമാറ്റം ഈ ദൂതിലൂടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പകർന്നു തരികയാണ്. ഓ റീഗാമന ശാന്തരാധിയാന വൽക്കപരാധിയാന സ്തോത്രമാരെ തളർന്ന് കിടക്കുന്നത് എഴുന്നേൽക്കട്ടെ. അവൻ ക്ഷീണിച്ചു പോയതിന്നു രാത്രിയിൽ ബലപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തീ വ്യാപരിക്കട്ടെ. റമാന ശാന്തരാധിയാന വൽക്കപരാധിയാന ഗനാഥനാഥ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. എലീശ പുറകെ ഓടി സ്തോത്രം എത്തിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പുതപ്പിന്റെ പ്രത്യേകത മനസ്സിലായോ? സ്തോത്രം. തമ്പുരാന്റെ തേജസ്സും തമ്പുരാന്റെ തീയുടെ ഗന്ധവും സ്തോത്രം. ഹല്ലേലൂയ. അടിച്ച പുതപ്പാണത്. സ്തോത്രം. ഹല്ലേലൂയ. മോശയ്ക്ക് പർവ്വതത്തിന്റെ മുകളിൽ സ്തോത്രം ഒരു വടിക്കകത്ത് ദൈവശക്തി പകർന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവിന് അകത്തും പുറത്തും ഒരുപോലെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അകത്തു ചില നിയോഗങ്ങളും സ്തോത്രം. ഹല്ലേലൂയ. ചില കൈമാറ്റങ്ങളും നടന്നു. പുറത്ത് സ്തോത്രം. ഹല്ലേലൂയ. തന്റെ സ്തോത്രം ശരീരത്ത് കിടക്കുന്ന പുതപ്പിനകത്ത് ദൈവ തേജസ്സിന്റെ ശക്തി അടിച്ച ആ പുതപ്പിനകത്ത് സ്തോത്രം ഒരു ആത്മപകർച്ചയുണ്ട്. മോശയ്ക്ക് വടിയിൽ പകർന്നതുപോലെ സ്തോത്രം പുതപ്പിനകത്ത് പകർന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ആ പുതപ്പുമായി യോർദാനെ സ്തോത്രം എലീശ വിഭാഗിക്കുന്നുണ്ട്. പിന്നീട് സ്തോത്രം. ഏലിയാവിനെ പിൻപറ്റി സ്തോത്രം യോർദാന്റെ അക്കരെ കിടന്ന് എലീശ പോകുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. യോർദാൻ എന്ന ചില വെല്ലുവിളികൾ സ്തോത്രം എലീശയ്ക്ക് നേരെ സ്തോത്രം വരുന്നുണ്ട്. സ്തോത്രം. ഏലിയാവിന്റെ മുൻപിൽ സ്തോത്രം യോർദാൻ കീഴടങ്ങും. ഏലിയാവിന്റെ പുതപ്പിന്റെ മുൻപിൽ യോർദാൻ കീഴടങ്ങും. എന്നാൽ സ്തോത്രം എലീശേ സ്തോത്രം നീ ഇതിൽ മടങ്ങി വരികയില്ല എന്ന് യോർദാൻ വെല്ലുവിളിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവിൽ നിന്നും പകർന്നു കിട്ടിയ ആ പുതപ്പുമായി എലീശ ആദ്യം വരുന്നത് യോർദാന്റെ തീരത്തേക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ വെല്ലുവിളിച്ച മണ്ഡലങ്ങളെ ഇനി ഒരിക്കലും തിരിച്ചു വന്ന് നീ ഒരു ശുശ്രൂഷ ചെയ്യുകയില്ല എന്ന വാത് കെട്ടിയ സ്തോത്രം പൈശാചിക മണ്ഡലങ്ങളെ വെല്ലുവിളിച്ച ഏലിയാവിന്റെ പുതപ്പ് എവിടെയെന്ന് ചോദിച്ച് പുതപ്പെടുത്തടിച്ച് യോർദാനെ വിഭാഗിച്ച് ഇക്കര കടന്ന് ശക്തമായിരിക്കുന്ന അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്ത് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. കർമ്മേലിന്റെ മുകളിൽ പുതപ്പ് സ്തോത്രം മുഖത്ത് മൂടി പുറത്തു വന്ന ഏലിയാവ് സ്തോത്രം. പുതപ്പിനകത്തും ഒരു പകർച്ച വാങ്ങിയിരുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെടുകയും ആത്മാവിന്റെ അഭിഷേകത്തിന്റെ തീ പകർന്നു കിട്ടുകയും ചെയ്ത സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ക്ഷീണിച്ചു പോയ വ്യക്തികൾ തളർന്നു പോയ വ്യക്തികൾ ഹല്ലേലൂയ അവരുടെ മേലേക്ക് അഭിഷേകത്തിന്റെ ഒരു പുതിയ പുതപ്പ് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്റെ മേലൊരു അഭിഷേകത്തിന്റെ പുതപ്പ് വീഴും. പുതിയൊരു ദൈവകൃപ എന്റെ മേൽ വ്യാപരിക്കും എന്ന് വിശ്വസിച്ച് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ഇതിനകത്ത് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് സ്തോത്രം. ഹല്ലേലൂയ. കയറിയിരിക്കുന്ന ദൈവദാസനും ദൈവമക്കളും അങ്ങനെ തീരുമാനിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആത്മനിയോഗത്തോടെ ഞാൻ ഈ ദൂത് വിളിച്ചു പറയട്ടെ. നിന്റെ മേൽ പുതിയൊരു പുതപ്പ് വീഴാൻ പോകുകയാണ്. നിന്റെ മേൽ ഒരു അഭിഷേകം വീഴാൻ പോകുകയാണ്. ഇതുവരെ കാണാത്തതും ഇതുവരെ ചെയ്യാത്തതുമായ ചില നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വാസം പ്രസിദ്ധമാകട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവസഭയുടെ സ്തോത്രമായ കൂടി വരുന്ന ദൈവമക്കളുടെ കൂട്ടായ്മകളിൽ സ്തോത്രമായ വിശ്വസിക്കുക. വചനം ആത്മാവിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം. ദൈവിക നിയോഗങ്ങൾ ആത്മാവിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവകൃപ ആത്മാവിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം അത് ജ്വലിപ്പിച്ചെഴുന്നേൽക്കേണ്ട സ്തോത്രം. കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വചനം വചനമായി മാത്രമായിരുന്നല്ല
സ്വത്ര ശക്തിയോടെയും ആമേൻ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയോടെയുമായിരുന്നു എന്ന് വായിക്കുന്നത് പോലെ തന്നെ നിന്നിൽ നിന്ന് പുറപ്പെടുന്ന വചനം ചിലരെ ചാടി എഴുന്നേൽപ്പിക്കുന്നതും അവൻ ശക്തി പകരുന്നതും ആമേൻ സ്വത്രം വിശ്വാസം പ്രസിദ്ധമാക്കുന്നതും അതുപോലെ വചനം നിന്നിൽ നിന്ന് തന്നെ ആമേനാൽ പൗലോസിൽ നിന്നല്ല കേട്ട വചനം നിന്റെ അകത്ത് ജീവനും ചൈതന്യമായി ഫലം കായ്ച്ചെങ്കിൽ അത് ആമേൻ സ്വത്രം മറ്റുള്ളവരിലേക്ക് മുഴങ്ങിച്ചെല്ലുന്ന നിലവാരത്തിലേക്ക് നിന്റെ പേരൊരു പുതപ്പ് വീഴട്ടെ എന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ആമേൻ സ്വത്രം എന്റെ സമയം അവസാനിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ സ്വത്രം ഞാൻ വാക്കുകൾ വിരമിക്കുന്നതിന് മുൻപ് ആമേൻ സ്വത്രം സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നവരും ആമേൻ സ്വത്രം പിന്നീട് അങ്ങോട്ട് യൂട്യൂബിലെ ഈ വചനങ്ങളെ കേൾക്കുന്നതുമായിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ കാലഘട്ടത്തിൽ പകരപ്പെടേണ്ട അഭിഷേകം അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്നും ആമേൻ സ്വത്രം പ്രവചിക്കുകയും വെളിപ്പാടുകളെ കാണുകയും വീര്യപ്രവൃത്തികളെയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിൽ ആമേൻ സ്വർഗത്തിലെ ദൈവം ആയുസ്സും ആരോഗ്യം നൽകി നമ്മളെ നിലനിർത്തിയെങ്കിൽ ആമേൻ സ്വത്രം സ്വർഗീയമായ ചില കാര്യങ്ങൾ അതിശക്തമായി ചെയ്തെടുക്കത്തക്ക നിലയിലുള്ള ദൈവിക അഭിഷേകത്തിന്റെ കൈമാറ്റം സൂമിലും യൂട്യൂബിലും കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഈ നിമിഷം പകരട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ ആത്മാഭിഷേകത്തിന്റെ ഒരു ശക്തി നിങ്ങളുടെ മേൽ കൈമാറിക്കൊണ്ട് ആ റിബല ശബ്ദരാധികാരവൽക്കമാനാദി ആരാധന എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് തൊട്ടു മുൻപായി ആത്മാവിന്റെ ശക്തിയോടൊന്നും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കൾക്ക് ഉള്ളിൽ ഒരു തീ കത്തുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിനകത്ത് ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം തളർന്നു കിടക്കുന്ന മേഖലകളിൽ നിന്ന് ചാടി എഴുന്നേൽപ്പിക്കുന്ന രോഗക്കിടക്കയുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്ന ശരീരം തളർന്നു കിടക്കുകയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചാടി എഴുന്നേൽക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തീ നിന്റെ അകത്ത് വ്യാപരിച്ച് ചാടി എഴുന്നേൽക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ചില പൈശാചിക മണ്ഡലങ്ങൾ വെള്ളി വിളിച്ച മണ്ഡലങ്ങളിൽ ആമേൻ അതിനെ വെട്ടിക്കളയുന്ന യേഹൂവിനെ പോലുള്ള രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ നിന്റെ ഒരു പകർച്ച തന്നുകൊണ്ട് വെല്ലുവിളിച്ചതിനെ തകർക്കുന്ന ഒരു ശുശ്രൂഷയുടെ മേഖലയിലേക്ക് ദൈവം ചാടി എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ചുകൊണ്ട് ഈ സൂം മീറ്റിംഗിലേക്കൊക്കെ എന്നെ ക്ഷണിക്കുകയും പ്രിയ സോദരം ഡെന്നിസ് ബ്രദർ അതുപോലെ സജി ഡെന്നിസ് ആമേൻ സ്തോത്രം അവരുടെ മാതാവ് പ്രാർത്ഥനയിൽ പോരാടുന്ന മാതാവ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ ശുശ്രൂഷകൾ വ്യർത്ഥമല്ല. ആമേൻ സ്തോത്രം ഈ ശുശ്രൂഷകളുടെ അനേകർ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഈ ശുശ്രൂഷയുടെ അനേകർ ബലപ്പെടാൻ പോകുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ ചില ദൈവ പ്രവർത്തികൾ സംഭവിക്കാൻ പോകുകയാണ്. ഈ മീറ്റിങ്ങുകൾ ഈ വചന ശുശ്രൂഷകൾ കേൾക്കുന്ന ജീവിതങ്ങൾ ആത്മാവിൽ കുതിച്ചെഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ പോവുകയുമാണ്. ആമേൻ ഈ പ്ലാറ്റ്ഫോം മീറ്റിംഗുകൾ ഏറ്റവും അനുഗ്രഹമായി ആമേൻ അനേകരിലേക്ക് വർദ്ധിച്ചു പടരട്ടെ. ആമേൻ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ എന്നും ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടും എനിക്ക് സമയം അനുവദിച്ച ആമേൻ സ്തോത്രം പ്രിയമുള്ളവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സർവ കൃപാലുവായ ദൈവത്തിന്റെ സകല ദൈവിക സമാധാനം കൊണ്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.